വിദ്യാർത്ഥി കാലഘട്ടം മുതൽ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങി നിയമസഭാംഗം എന്നതിലേക്ക് വരെ എത്തിയ തഴക്കം വന്ന ഒരു രാഷ്ട്രീയ നേതാവ്. കായംകുളത്തെ നിലവിലെ MLA-യും LDF സ്ഥാനാർത്ഥിയുമായ പ്രതിഭ. പക്ഷേ കായംകുളത്തെ ലീഗ് നേതാവിന് വെറും ഒരു സ്ത്രീ ശരീരം മാത്രമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അലവ് കൊണ്ടും അതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ എത്തുകയാണ്. സ്ത്രീക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അത് ശരീര സൗന്ദര്യവും വാക്ചാതുര്യവും വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് മാത്രമാണ്. അവരുടെ വ്യക്തിത്വവും മികവും ചർച്ചകളിൽ പോലും ഇടം പിടിക്കാതെ പോവുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ പ്രതിഭ മാത്രമല്ല ഇത്തരം കടന്നാക്രമണങ്ങൾക്ക് വിധേയായിട്ടുള്ളത്. ലീഗ് നേതാക്കൾ മാത്രമല്ല സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നു മുതൽ സ്ത്രീകൾ ഭാഗമായിട്ടുണ്ടോ അന്നു മുതൽ തന്നെ ഇവിടുത്തെ പുരുഷാധിപത്യ സമൂഹം അവരെ ശാരീരിക, മാനസിക, ലൈംഗിക ആക്രമണങ്ങൾ കൊണ്ട് തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. അതിലെ ഏറ്റവും പുതിയ ഏട് മാത്രമാണ് ഈ സംഭവം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്നും അരികുകളിൽ തന്നെയാണ് സ്ഥാനമെന്നാണ് കണക്കുകൾ പറയുന്നത്. കേരള നിയമസഭയിൽ ഒരിക്കലും സ്ത്രീ പ്രാതിനിധ്യം 10% കടന്നിട്ടില്ല. LDF, UDF മുന്നണികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇരു മുന്നണികളും സ്ത്രീകളെ പൊതുവെ മത്സരിപ്പിക്കാറുമില്ല. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാലങ്ങളായി ചോദിച്ചു പഴകിയ ആ ചോദ്യം നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരികയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ത്രീയുടെ സ്ഥാനം എവിടെയാണ്? അതിനുള്ള ഉത്തരങ്ങളുള്ളത് കണക്കുകളിൽ തന്നെയാണ്. ആ ഉത്തരങ്ങൾ പരിശോധിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഒരിക്കലും നിയമസഭയിലെ സ്ത്രീ പങ്കാളിത്തം 10% മുകളിൽ എത്തിയിട്ടേയില്ല. ഈ April 9 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ലും UDF-ലുമായി മത്സരിക്കുന്നത് 30 സ്ത്രീകളാണ്. നിലവിൽ LDF സ്ഥാനാർത്ഥി പട്ടികയിലെ സ്ത്രീകളുടെ എണ്ണം 18 ആണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഇത് 14 ആയിരുന്നു. ഇത്തവണ 4 സ്ത്രീകളെ അധികം മത്സരിപ്പിക്കുന്നു. UDF മത്സരിപ്പിക്കുന്നത് 12 സ്ത്രീകളെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 12 സ്ത്രീകൾ തന്നെയായിരുന്നു UDF പട്ടികയിലും ഇടം പിടിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ രണ്ട് മുന്നണികളുടെയും വനിതാ സ്ഥാനാർത്ഥികളുടെ വിജയ ശതമാനം ഏകദേശം ഒന്നാണ്, 42%. കോങ്ങാട്, തൃക്കാക്കര, അരൂർ മണ്ഡലങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് നേർക്കുനേർ മത്സരം. LDF, UDF മുന്നണികളുടെ ഭാഗമായി ഒരു വനിതയെങ്കിലും മത്സര രംഗത്ത് ഉണ്ടാവുന്ന മണ്ഡലങ്ങൾ 27 എണ്ണം മാത്രമാണ്, ഏകദേശം 19.2%. ബാക്കിയുള്ള 113 മണ്ഡലങ്ങളിലും ഇരു മുന്നണികളുടെയും പുരുഷന്മാർ തമ്മിൽ മാത്രമാണ് മത്സരം. സ്ത്രീകൾക്ക് വിജയ സാധ്യത കുറവാണ് എന്നതാണ് ഇതിന് പൊതുവെ രാഷ്ട്രീയ പാർട്ടികളടക്കം കൊടുക്കാറുള്ള മറുപടി. ഈ വാദത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം ഉണ്ടാവുന്നത്. പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നുണ്ടോ? അതിനുള്ള ഉത്തരങ്ങളും പരിശോധിച്ചു പോവാം. ആദ്യം ഭരണമുന്നണിയായ LDF-നെ തന്നെ എടുക്കാം. LDF-ന്റെ രൂപീകരണത്തിന് ശേഷം 2-ൽ കൂടുതൽ തവണ LDF പരാജയപ്പെട്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളെ ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കാം. അങ്ങനെ നോക്കിയാൽ LDF-ന് 16 ശക്തി കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. 2008-ലെ മണ്ഡല പുനർനിർണയത്തിന് ശേഷം പുതിയതായി രൂപപ്പെട്ട മണ്ഡലങ്ങളെ ഒഴിവാക്കി പരിശോധിക്കുമ്പോഴാണ് ഈ കണക്ക്. 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഇതിൽ ആകെ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF വനിതാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തളിപ്പറമ്പിൽ PK ശ്യാമള, നാദാപുരം മണ്ഡലത്തിൽ P വസന്തം, ചടയമംഗലത്ത് J ചിഞ്ചുറാണി. തളിപ്പറമ്പ്, നാദാപുരം മണ്ഡലങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതാ സ്ഥാനാർത്ഥികളെ മുന്നണി മത്സരിപ്പിക്കുന്നത് തന്നെ. ബാക്കി 13 മണ്ഡലങ്ങളുണ്ട്. ഇതിൽ 7 എണ്ണത്തിൽ മാത്രമാണ് ചരിത്രത്തിൽ ഒരിക്കലെങ്കിലും വനിതാ സ്ഥാനാർത്ഥികളെ LDF മത്സരിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പാർട്ടി കോട്ടകളിൽ ചടയമംഗലം മണ്ഡലത്തിൽ മാത്രമാണ് LDF 2-ൽ കൂടുതൽ തവണ വനിതകളെ മത്സരിപ്പിച്ചിട്ടുള്ളത്. ഇനി UDF-ന്റെ കണക്കുകൾ നോക്കുമ്പോഴോ, ശക്തി കേന്ദ്രങ്ങളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ LDF-നേക്കാൾ ഒരുപാട് പിറകിലാണിവർ. UDF-ന് സംസ്ഥാനത്ത് 16 ശക്തി കേന്ദ്രങ്ങളുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോട്ടകളിൽ ഒന്നും തന്നെ UDF സ്ത്രീകളെ മത്സരിപ്പിക്കുന്നില്ല. UDF-ന്റെ വനിതാ സ്ഥാനാർത്ഥികളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ 2 പേരാണ്. ഇവർ മത്സരിക്കുന്നതോ വിജയസാധ്യത കുറഞ്ഞ കൂത്തുപറമ്പിലും പേരാമ്പ്രയിലും. പറഞ്ഞു വരുന്നത്, UDF രൂപീകൃതമായതിനു ശേഷം അവരുടെ 16 ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നിൽ പോലും വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടില്ല എന്നാണ്. 2008-ലെ മണ്ഡല പുനർനിർണയങ്ങൾക്ക് ശേഷം പുതിയതായി നിലവിൽ വന്നത് 23 മണ്ഡലങ്ങളാണ്. ഇതിൽ 10 എണ്ണം LDF കോട്ടകളാണ്.
പുനർനിർണയത്തിന് ശേഷം, അതായത് 2011 ശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ മണ്ഡലങ്ങളിൽ വിജയിച്ചത് LDF ആണ്. ഈ മണ്ഡലങ്ങളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൊങ്ങാട് മണ്ഡലത്തിൽ മാത്രമാണ് LDF വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ഇനി UDFന്റെ കാര്യം നോക്കാം. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് UDFന്റെ കോട്ടകൾ 5 മണ്ഡലങ്ങളാണ്. ഇതിൽ ആകെ തൃക്കാക്കരയിൽ മാത്രമാണ് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടുള്ളത്. അന്തരിച്ച MLA PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് ആണ് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി. ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 2ാമത്തെ തവണയാണ് ഇവർ ഇവിടെ മത്സരിക്കുന്നത്. ഇനി മൊത്തത്തിലുള്ളൊരു കണക്ക് പറയട്ടെ. 1957 കേരളം രൂപീകൃതമായതു മുതൽ 2021 തെരഞ്ഞെടുപ്പ് വരെ കേരള നിയമസഭയിലേക്ക് എത്തിയത് എത്ര സ്ത്രീകളാണെന്ന് ഊഹിക്കാമോ? വെറും 100 പേർ. അതായത് ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 2000 MLA-മാരിൽ 5% താഴെ മാത്രമാണ് സ്ത്രീകൾ. ഇന്ന് രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളോട് നിങ്ങൾ ശരീര സൗന്ദര്യം വിറ്റ് ജീവിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞതെങ്കിൽ 1980-കളിൽ KR ഗൗരിയോട് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ചകിരി പിരിക്കൂ ഗൗരി ചോത്തി എന്നായിരുന്നു അന്നത്തെ പുരുഷാധിപത്യ രാഷ്ട്രീയ കേരളം പറഞ്ഞത്. ഈ ഗൗരിയമ്മയാണ് ഏറ്റവും അധികം തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത. 1957 മുതൽ 2001 വരെ 10 തവണയാണ് അവർ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1ാം നിയമ സർക്കാരിൽ കേരളത്തിന്റെ ഗതി നിർണയിച്ച പല നിയമനിർമ്മാണങ്ങൾക്കും ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു KR ഗൗരി. സംസ്ഥാന മന്ത്രിസഭയുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. ഒന്നിലധികം വനിതകൾ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ 2016-ൽ അധികാരത്തിൽ വന്ന 1ാം പിണറായി സർക്കാരാണ്. അതിനു മുൻപേയുള്ള 60 വർഷക്കാലം കേരളത്തിലെ മന്ത്രിസഭകൾ ഒറ്റ സ്ത്രീ പോലും ഇല്ലാത്തതോ അല്ലെങ്കിൽ ഒരേ ഒരു സ്ത്രീ മാത്രമുള്ളതോ ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതുതന്നെയാണ് സ്ഥിതി. 1952 മുതൽ 2024 വരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ നിന്ന് ആകെ തിരഞ്ഞെടുക്കപ്പെട്ടത് 14 വനിതകൾ മാത്രമാണ്. 162 സ്ത്രീകളാണ് ഈ കാലയളവിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളത്. 1952-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പാർലമെന്റിൽ എത്തിയത് എത്ര സ്ത്രീകളാണെന്നറിയാമോ? 22 പേർ. ഏകദേശം 70 വർഷങ്ങൾക്കിപ്പുറം എത്തുമ്പോൾ സ്വാഭാവികമായും വലിയൊരു കുതിച്ചുചാട്ടം ഈ എണ്ണത്തിൽ പ്രതീക്ഷിക്കാം. എന്നാൽ 2024-ൽ പാർലമെന്റിൽ എത്തിയ സ്ത്രീകൾ എത്ര പേരുണ്ടെന്നറിയാമോ? 74 പേർ. ലോക്സഭയുടെ ചരിത്രത്തിൽ പരമാവധി ഉണ്ടായിട്ടുള്ള സ്ത്രീ പ്രാതിനിധ്യം 14% മാത്രമാണ്. 2019-ൽ സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഘടകങ്ങളെ പറ്റി ലോക് നീതി ഒരു സർവേ നടത്തിയിരുന്നു. ഇതിൽ പങ്കെടുത്ത 22% സ്ത്രീകളും ചൂണ്ടിക്കാട്ടിയത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആൺമേൽക്കോയ്മയാണ്. 13% സ്ത്രീകൾ പറയുന്നത് ഇതിന്റെ കാരണം വീട്ടുത്തരവാദിത്തങ്ങളാണ് എന്നാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും കാരണങ്ങളും വ്യക്തമാണ്. പരിഹാരമാർഗങ്ങളും തൊട്ടുമുന്നിലുണ്ട്. ഇതിനെ കാണാത്തതോ കണ്ടില്ലെന്ന് നടിക്കുന്നതോ ആയ മനോഭാവം തിരുത്തേണ്ടത് ഇനി രാഷ്ട്രീയ പാർട്ടികളുടെയും സമൂഹത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. പ്രാതിനിധ്യത്തിലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സ്ത്രീകളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലും ഇനിയും ഒരുപാട് ദൂരം നമ്മൾ മുന്നോട്ട് പോകാനുണ്ട് എന്ന് തന്നെയാണ് കണക്കുകളും ചുറ്റും നടക്കുന്ന സംഭവങ്ങളും ഇന്നും സൂചിപ്പിക്കുന്നത്.